ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ സുഭാഷ്. ആദ്യത്തെ ചോദ്യം, ഭൂമിയിൽ പെരുകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചത് എന്തിനോടാണ്? ഉത്തരം, പറവജാതിയോട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൊന്നും ഗുൽഗുലുവും ഗോമേതകവുമുള്ള ദേശത്തെ ചുറ്റുന്ന നദിയുടെ ശാഖയുടെ പേര് എന്താണ്? ഉത്തരം, പീശോൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ്? ഉത്തരം, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാതിരിപ്പാനും നിലത്ത് കൃഷി ചെയ്യേണ്ടതിനും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കിന്നരവും വീണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നത് ആരാണ്? ഉത്തരം, യൂബാൽ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, ലാമേക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എന്ത് മരം കൊണ്ടാണ് പെട്ടകം ഉണ്ടാക്കേണ്ടത്? ഉത്തരം, ഗോഫർ മരം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഭൂമിയിൽ എത്ര ദിവസം ജലപ്രളയം ഉണ്ടായി? ഉത്തരം, 40 ദിവസം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുക? ഉത്തരം, കനാൻ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നത് ആരാണ്? ഉത്തരം, നിമ്രോദ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടത് ആരാണ്? ഉത്തരം, തേരഹ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നത് ആരാണ്? ഉത്തരം, സോദോം നിവാസികൾ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശത്തെ കൊടുത്തത് ആർക്കാണ്? ഉത്തരം, അബ്രഹാമിൻ്റെ സന്തതിക്ക്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എത്ര നീതിമാന്മാർക്ക് വേണ്ടിയാണ് അബ്രഹാം 3-ാമത്തെ പ്രാവശ്യം യഹോവയോട് ചോദിച്ചത്? ഉത്തരം, 40 നീതിമാന്മാർക്ക് വേണ്ടി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം ഒരു പ്രവാചകനാകുന്നുവെന്ന് ദൈവം ആരോടാണ് പറഞ്ഞത്? ഉത്തരം,
അബീമേലെക്കിനോട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അബ്രഹാമും അബീമേലെക്കും എവിടെ വെച്ചാണ് ഉടമ്പടി ചെയ്തത്? ഉത്തരം, ബെർശേബയിൽ വെച്ച്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 32-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു എന്ന് അബ്രഹാമിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം, ഹിത്യർ. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇസഹാക്ക് എന്തുകൊണ്ടാണ് ഏശാവിനെ സ്നേഹിച്ചത്? ഉത്തരം, ഏശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ഇസഹാക്ക് ആ കിണറിന് എന്ത് പേരാണ് ഇട്ടത്? ഉത്തരം, രഹബോത്ത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഈ ഹിത്യസ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു എന്ന് റിബേക്ക ആരോടാണ് പറഞ്ഞത്? ഉത്തരം, ഇസഹാക്കിനോട്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 46-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ ഏശാവ് വേറെ ആരെയാണ് വിവാഹം കഴിച്ചത്? ഉത്തരം, മഹലത്തിനെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് ലേയ തൻ്റെ മകന് ഇട്ട പേര് എന്താണ്? ഉത്തരം, യഹൂദ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 35-ാമത്തെ വാക്യം.